ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ വറുത്ത റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് കടുക് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഒരു സവോള ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1-2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ചെറിയൊരു ക്യാരറ്റ് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 2-3 ടേബിൾ സ്പൂണോളം ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള 2-3 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 1/4 ഭാഗത്തോളമൊക്കെ വെന്ത് കിട്ടിയാൽ മതിയായിരിക്കും. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ പരിപ്പ് തലേ ദിവസം കുതിർത്തിയതായിരുന്നു, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണം. പരിപ്പ് ഒരുപാട് അങ്ങോട്ട് വെന്തുടഞ്ഞ് പോകാനായിട്ട് പാടില്ല, ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത 1/2 കപ്പ് തൈര് കൂടി ചേർത്തിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരുപാട് ലൂസ് അല്ലാത്ത കുറച്ചൊന്ന് തിക്കായിട്ടുള്ള രീതിയിലുള്ള ഒരു ബാറ്റർ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പൊക്കെ ഈ ഒരു സമയത്ത് പാകമാണോ എന്ന് നമ്മൾ നോക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത് കേട്ടോ. ഈ ഒരു ലൂസിലാണ് ഇരിക്കേണ്ടത്. വെള്ളത്തിൻ്റെ അളവ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇഡ്ഡലി തട്ടിൽ ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സാധാരണ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കുന്നത് പോലെ നമുക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 8 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ആവി കയറ്റിയിട്ട് എടുക്കാം. അപ്പോഴേക്കും തന്നെ നല്ല ഫ്ലഫി ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഒരു വെറൈറ്റി ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ ഉഴുന്നൊന്നും ചേർക്കാതെയാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാനും മടി കാണിക്കരുതേ.